ബിഗ് ബോസ് സീസൺ 6 ദ അൾട്ടിമേറ്റ് ലവ് സ്റ്റോറി, ദ അൾട്ടിമേറ്റ് ലവ് ട്രയാങ്കിൾ ലവ് ട്രാക്ക്. ജാസ്മിൻ ഗബ്രി ലവ് സ്റ്റോറി. ഇത് പ്രണയമല്ലെന്നാണ് അവർ പറയുന്നത്. അവർ പലപ്പോഴും അത് പറയുന്നത്. പക്ഷേ കാണുന്ന പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഇത് പ്രേമമാണോ കാമമാണോ ഫ്രണ്ട്ഷിപ്പാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഏകദേശം ഇതിപ്പോൾ തുടങ്ങിയിട്ട് 10 ദിവസം ആകുന്നതേ ഉള്ളൂ ഈ ഒരു ഷോ തുടങ്ങിയിട്ട്. 10 ദിവസത്തിനുള്ളിൽ ഇത്രയധികം അങ്ങ് ക്ലോസ് ആകുക, അല്ലെങ്കിൽ അങ്ങ് ഒന്നായി ചേരുക എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇവർ രണ്ടിൻ്റെയും പെരുമാറ്റം അവർ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ. അതായത് ഗബ്രിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ ജാസ്മിൻ ഇടപെടും, ജാസ്മിനൊരു പ്രശ്നം വന്നാൽ അവിടെ ഗബ്രി ഇടപെടും. അത് ആവശ്യമുള്ളത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഇടപെടും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. ഇവർ ഇപ്പം ബിഗ് ബോസ് ഹൗസ് നമ്മൾ നോർമൽ നോക്കുകയാണെങ്കിൽ ഒരു കോർണറിലൊരു സോഫയിൽ ജാസ്മിനും ഗബ്രി 24/7 അവിടെയാണ്. ഒരു പണി അവിടെ അവർ ചെയ്യുന്നില്ല. ഇപ്പം പോരാത്തതിന് പവർ ഹൗസിൽ ഗബ്രി ആദ്യത്തെ ഒരു വീക്ക് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ഒരു ജാസ്മിനുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് വരുന്നതും അത് ഭയങ്കര തിക്കാവുന്നതും. അങ്ങനെ സെക്കൻഡ് വീക്കിലെ ഒരു പവർ ടീമിലേക്ക് ഒരാളെ ആഡ് ചെയ്യേണ്ട സമയത്ത് ഒബ്വിയസ്ലി അത് ജാസ്മിൻ ആയിരിക്കും നമുക്കറിയാം. അങ്ങനെ ബാക്കിയുള്ള ടീം അംഗങ്ങളെ കൂടെ കൺവിൻസ് ചെയ്തിട്ട് ഗബ്രി ജാസ്മിനെ പവർ ടീമിലേക്ക് കയറ്റുന്നു. അതായത് ആദ്യത്തെ ദിവസം, അതായത് ഞായറാഴ്ച രാത്രി ഗബ്രി പവർ ടീമിലാണ്, ജാസ്മിൻ പുറത്താണ്. ആ ഒരു ടൈമിൽ ഗബ്രി ആലോചിക്കുന്നില്ല ഇങ്ങനൊരു സാധനം വരുന്നുണ്ട് എന്നുള്ളത്, അതായത് ഒരാളകത്ത് കയറ്റാൻ പറ്റുന്നുള്ളൂ. അപ്പം പറഞ്ഞു ഞാൻ എൻ്റെ ഈ പവർ ടീമിനുള്ള ഒരു പവർ വേറെ ആർക്കെങ്കിലും കൊടുക്കുകയാണ്, ഞാനിവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പവർ ടീമിൽ അല്ലെങ്കിൽ ആ ഒരു അകത്ത് കിടക്കേണ്ട ബെഡ്റൂമിൽ കിടക്കേണ്ട ഗബ്രി പുറത്ത് വെളിയിൽ വന്നിട്ട് ചൂടത്ത് ജാസ്മിൻ്റെ കൂടെ കിടക്കുന്നു. അവർ ഭയങ്കര തിക്ക് ഫ്രണ്ട്സ്, തിക്ക്. അതായത് ഇങ്ങനെ ഇരിക്കുകയാണ്, ഒട്ടിച്ച് കഴിഞ്ഞാൽ ഫെവിക്വിക്ക് വെച്ച് നമ്മൾ ഒട്ടിച്ച് കൊല്ലും, അതേപോലെ ഒട്ടിച്ചിരിക്കുന്ന ഒരു ടീമാണിപ്പോൾ അത്. അങ്ങനെ പോകുന്നു. അങ്ങനെ ഒരു പവർ ടീമിലേക്ക് ഒരാളെ ആഡ് ചെയ്യാമെന്നുള്ള സിറ്റുവേഷൻ വരുന്നു. കൺവിൻസ് ചെയ്തിട്ട് ജാസ്മിന് സിജോയാണ് നിൽക്കുന്നത്. സിജോയുടെ അത്രയും കിടിലമായിട്ടുള്ള പ്ലെയറിനെ അവോയ്ഡ് ചെയ്തിട്ടാണ് ഇവർ ജാസ്മിനെ അകത്ത് കയറ്റുന്നത്. ഒന്നാമത് പവർ ടീം ഭയങ്കര ശോകമായിരുന്നു. അതിൻ്റെ കൂടെ ഗബ്രി ജാസ്മിനെ കൂടെ കയറ്റി. അവിടെ പൂർണ്ണമായല്ലോ. ഇപ്പോൾ രണ്ടുപേരും കൂടെ ഒരു ബെഡിൽ കിടക്കുന്നു. അത് വിട്, അതൊക്കെ വിടാം. ഒരു കോർണറിൽ പോയി രണ്ടുപേരും കൂടെ വേറെ ആരുമായിട്ടും ഇൻട്രാക്ട് ചെയ്തിട്ട് നിന്നിട്ട് അവരെ എല്ലാവരും കൂടെ കോർണർ ചെയ്യുന്നു എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പലപ്പോഴും പറയുന്നുണ്ട് ഞങ്ങളെ കോർണർ ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ അതെന്ത് മീനിങ് വെച്ചിട്ടാണെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല എന്നുള്ളതാണ്. കാരണം രാത്രിയായാലും പകലായാലും ജാസ്മിൻ എവിടെയുണ്ടോ അവിടെയുണ്ട് ഗബ്രി. ലിറ്ററലി കണ്ട മാഗ്നറ്റാണ്, ഇങ്ങനെ ഒട്ടി ഇരിക്കുകയുള്ളൂ. ഗബ്രി സീനാണ്. ഗബ്രി രശ്മിൻ്റെ കാര്യം ഭയങ്കര കോമഡിയാണ്. ഒരു കോമണറായിട്ട് വന്നിട്ട് നല്ല രീതിയിൽ കളിക്കാനുള്ളതിന് ജാസ്മിൻ്റെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി നടക്കുന്നു. അവൾ പട്ടുപൂച്ച കൊടുക്കുന്നു. ഗബ്രിയോട് ഒരു ക്രഷ് ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം ഗബ്രി ഒരേ സമയം രണ്ടുപേരെ ട്യൂൺ ചെയ്യാൻ നോക്കുന്നുള്ളത് വേറൊരു സത്യമാണ്. അതെന്തായാലും എങ്ങനെ ഈ ആഴ്ച ലാലേട്ടൻ വന്നിട്ട് ഗബ്രിക്ക് നല്ലത് കൊടുക്കേണ്ടതാണ്. ഗബ്രിക്കും ജാസ്മിനും അത് കിട്ടേണ്ടതുമാണ്. കാരണം ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ആവാം, അല്ലെങ്കിൽ പ്രേമം എന്തെങ്കിലുമൊക്കെ കാണിക്കും, ബാക്കിയുള്ളവരോട് ഇൻട്രാക്ട് ചെയ്യേണ്ടത്. ഇത് രണ്ടുപേരും കൂടെ അടയും ചക്കരയായിട്ടങ്ങ് ഇരിക്കുക. ഒന്ന് മറ്റേ റിസോർട്ടിൽ നമ്മൾ പോയിട്ട് മൂന്നാറിലെ റിസോർട്ടിൽ പോയിരിക്കുമല്ലോ, അതേപോലെ ഇരിക്കുകയാണ്. ഒരു പണിയും ചെയ്യത്തില്ല, എന്നിട്ട് പറയുന്നത് കണ്ടൻറ്റ് കൊടുക്കുകയാണെന്നുള്ളതാണ്. ഇത് കണ്ടൻ്റല്ല, ഞാൻ ഒന്നും പറയാൻ അത് വിട്. അങ്ങനെ ഈ ഒരു പ്രണയം തിക്കായിട്ട് പോകുന്നു. ഇതിനിടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് ശ്രമിക്കുന്നു. ഗബ്രി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം കോമഡിയാണ്. ഗബ്രി പവർ ഹൗസാണ്, പവർ ടീമാണ്, ഇങ്ങനെ പവർ യൂസ് ചെയ്യണമെന്ന് അറിയാത്തൊരു മണ്ടനാണ് അവൻ. കാരണം എന്തോരം കിടിലൻ അവസരങ്ങളുണ്ട്. നല്ല ആരെങ്കിലും ആണെങ്കിൽ കിടിലായിട്ട് പവർ യൂസ് ചെയ്യും. ഈവൻ ഫുഡിൻ്റെ കാര്യത്തിലാണ് ഇവൻ ഈ പവർ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വീക്ക് നോറ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നോറ അടുത്ത് ഫുഡ് കഴിക്കാതെ വേറെ എന്തോ ചെയ്യാൻ പറഞ്ഞിട്ട് പോയിട്ട് അത് ഭയങ്കര സീനായി. അത് പോയി. ഇന്നലെ കഴിഞ്ഞ ദിവസം ഐസ്ക്രീം എടുത്തതിൻ്റെ പേരിൽ അവിടെയും വിഷയം, കരച്ചിൽ, ബഹളം. അങ്ങനെ മൊത്തത്തിലൊരു ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഗബ്രി പവർ യൂസ് ചെയ്യുന്നത്. അത് എന്താണെന്ന് എനിക്കറിയില്ല. എന്നിട്ട് ഇപ്പം ആരെങ്കിലും വന്നിട്ട് ജാസ്മിനോട് ചോദിക്കുകയാണ് നിങ്ങൾ അങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഗബ്രി വരും. ഗബ്രി വന്നിട്ട് അവിടെ ബഹളം, അടി, വെള്ളപ്പൊക്കം മൊത്തം ഉണ്ടാക്കും. ജാസ്മിനും അവരൊക്കെ തന്നെയാണ്. എന്നിട്ട് ആരായിരുന്നു അപ്സര എന്തോ വന്നിട്ട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇരുന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇവരോട്, ഇത് പ്രണയമാണെങ്കിൽ നിങ്ങൾ പ്രണയമാണെങ്കിലും ഫ്രണ്ട്ഷിപ്പാണെങ്കിലും വാട്ടവർ, അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. ഇതെന്ത് സംഭവിച്ചാലും ഔട്ട്പുട്ട് അവർക്കാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അവർ പറയുന്നതില്ല, ഇത് പ്രണയമൊന്നുമല്ല, ഇത് പ്യുവർലി ഇത് ഫ്രണ്ട്ഷിപ്പാണ്, ഫ്രണ്ട്ഷിപ്പിനപ്പുറം നമ്മളൊന്നും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. എന്നിട്ട് ഇന്ന്
റോക്കി വന്നിട്ട് ചോദിക്കും. റോക്കി വന്നിട്ട് പറയുമ്പം അതിപ്പം ഇതിനകത്ത് 18 പേരേ ഉള്ളൂ. കാര്യമൊക്കെ ഓക്കെയാണ്, അകത്ത് 18 പേരുണ്ടല്ലോ. ബാക്കി 18 പേരുണ്ടല്ലോ, ഇവർ 2 പേര് മാത്രമല്ലല്ലോ. ഈ 18 പേരിൽ 16 പേരോട് മിണ്ടാതെ ഇവർ രണ്ടും മാറി ഒറ്റയ്ക്കിരുന്ന് മിണ്ടുന്നതിൻ്റെ ഒരു ഗുഡൻസ് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ തന്നെ ഈ 24/7 മിണ്ടാനും മാത്രം അവിടെ എന്തിരിക്കുന്നു എന്നുള്ളതാണ്. ഗബ്രിക്ക് സത്യം പറഞ്ഞാൽ അതിനകത്തെ മെയിൽ കണ്ടസ്റ്റൻസിനെ കണ്ടുകൂടുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിപ്പം സിജോയ് ആയാലും റോക്കി ആയാലും അർജുൻ ആയാലും പിന്നെ മറ്റേ സുരേഷ് ഏട്ടനോട് അത്ര വലിയ സീനില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇവരോട് 3 പേരോടും ഗബ്രിക്ക് നല്ല ചുരുക്കമുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല. കാരണം ഗബ്രിയേക്കാൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്, സിജോയും റോക്കിയും കളിക്കുന്നുണ്ട്, സ്കോർ ചെയ്യുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൊണ്ടാണോ എനിക്കറിയില്ല. പക്ഷേ റസ്മിൻ്റെ അടുത്തും ജാസ്മിൻ്റെ അടുത്തും ഒക്കെ ഗബ്രി അങ്ങ് കെയറിങ് ഏട്ടായിയാണ്, അങ്ങ് ഒലിക്കുകയാണ്, തേനൊലിക്കുകയാണ്. കഴിഞ്ഞ വീക്കിൽ മുട്ടായി അടിച്ച് മാറ്റി വെച്ചവനാണ് ഇന്നലത്തെ ഐസ്ക്രീമിൻ്റെ വിഷയത്തിൽ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കായാലും ആർക്കായാലും ചൊറിഞ്ഞു വരും. ഞാനിപ്പം എൻ്റെ ഫുൾ എൻ്റർടൈൻമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈവ് ചാറ്റ് ഉണ്ടല്ലോ, രാവിലെ 8 മണി തൊട്ട് രാത്രി 11 മണി വരെ ലൈവ് ചാറ്റുണ്ട് ലൈവിനകത്ത്. ആ ലൈവിൽ വരുന്ന കമൻറ്റുകൾ മാത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റാണ്. കാരണം അവിടെ ജാസ്മിനും ഗബ്രിക്കും കിട്ടാത്ത തെറികൾ ഇപ്പം, കാരണം നല്ല രീതിയിൽ തെറി കിട്ടുന്നുണ്ട്. ഇതിനകത്ത് PR ഒഴിച്ച് ഗബ്രിയുടെയും ജാസ്മിൻ്റെ PR ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ സിമ്പതിയൊക്കെ ഭയങ്കരമായിട്ട് വാരി കോരി മെഴുകുന്നുണ്ട്. പക്ഷേ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ ഒന്നെടുത്ത് 2 പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗബ്രിക്കോ ജാസ്മിനാണ് കൊടുക്കുന്നത്. ഇതിനകത്തിപ്പം സിജോയെ പറ്റി ആർക്കും അന്വേഷിക്കേണ്ട, റോക്കിയെ പറ്റി അന്വേഷിക്കേണ്ട, അർജുനെ പറ്റി അന്വേഷിക്കേണ്ട, എന്ത് പറഞ്ഞാലും ജാസ്മിനും ഗബ്രിയും. അതിപ്പോൾ ബിഗ് ബോസ് പോലും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം ക്യാമറ ഇവർക്ക് കൊടുക്കുന്നില്ല, ഇവർക്ക് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഫസ്റ്റ് വീക്ക് ഞാൻ ഗബ്രിയെ പറ്റി വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രി നല്ലൊരു കിടിലൻ പ്ലെയർ ആയിരിക്കും, പിന്നെ പവർ ഹൗസിലൊക്കെ കയറുമ്പോൾ നന്നായിട്ട് കളിക്കും, നല്ല പവറാക്കും എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഇപ്പം ഗബ്രി എന്ന് പറയുന്ന ഒരാളില്ല, ഇപ്പം ജബ്രിയാണ് അവിടെ. ജാസ്മിനും ഗബ്രിയും കൂടെ കമ്പൈൻഡായിട്ട് ഒരാളാണത്. എനിക്ക് തോന്നുന്നത് ജാസ്മിൻ അറിഞ്ഞ് പവർ ഹൗസിൽ നിന്ന് പവർ ടീമിൽ നിന്നൊരാളോടത്ത് കയറി ഒട്ടിയതാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതങ്ങനെയാണെങ്കിൽ ജാസ്മിൻ്റെ പ്ലേ, അതിപ്പം എന്ത് പ്ലേ വേണമെങ്കിലും കളിക്കാം, അതിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. അതിപ്പം ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. ബിഗ് ബോസിലാണ് നിൽക്കുന്നത്, എല്ലാവരും കപ്പിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്ത് പുറത്തിട്ട് കളി കളിച്ചാലും വാട്ടവർ, ഞാൻ ഒന്നും പറയില്ല. പക്ഷേ ഇങ്ങനെ ഒറ്റപ്പെടുത്തി എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടൻറ്റും കൊടുക്കാതെ വെറുതെ ഒന്ന് കുശു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതൊരു സുഖമുള്ള ഏർപ്പാടല്ല. കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കതൊരു സുഖമുള്ള സാധനമല്ല എന്നുള്ളതാണ്. ഇപ്പം ഈവൻ ലവ് ട്രാക്ക് ആണെങ്കിൽ നമ്മളൊന്നും പറയില്ല, നമ്മൾ നല്ല പ്രണയങ്ങളാണെങ്കിൽ സപ്പോർട്ട് ചെയ്യും. കഴിഞ്ഞ വട്ടത്തെ സെറീന സാഗർ അത് പറയാതെ പറഞ്ഞത് പ്രണയമാണെങ്കിൽ നമ്മളത് ഓക്കെ നല്ലതായിരുന്നു, നല്ല കണ്ടൻറ്റ് കിട്ടുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ നമ്മളത് പറഞ്ഞതാണ്. അതേപോലെ തന്നെ ഇപ്പം ശോഭ അഖിൽമാരാർ അത് കിടിലൻ കോമ്പോ, അത് പ്രണയം ഒന്നും ഫ്രണ്ട്ഷിപ്പ് ഒന്നും അല്ല, ശത്രുതയാണെങ്കിൽ കൂടി അത് കാണാൻ രസമുണ്ടായിരുന്നു. ഇത് കയ്യും പിടിച്ച് ഒരിടത്തിരുന്നിട്ട് എന്തൊക്കെയോ മൈക്കിൽ കൂടെ കേൾക്കാൻ പറ്റാത്ത രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മളെന്ത് മനസ്സിലാക്കണം ഇതിനകത്തൂടെ? ഇവർ വെറുതെ അവിടെ ഫുഡും കഴിക്കുന്നു, പവർ ടീമിലാണെന്ന് പറഞ്ഞിട്ട് ഒരു പണിയും ചെയ്യാണ്ടിരിക്കുന്നു. ജാസ്മിൻ ഒരു പണിയും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ജാസ്മിൻ എന്തെങ്കിലും പണി ചെയ്യണമെന്ന് പറഞ്ഞ് ചെല്ലും, എന്നിട്ട് ഒരു മറ്റേ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് വെട്ടിയിട്ട് ഓക്കെ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോകും, പിന്നെ കാണില്ല ജാസ്മിനെ. അതാണ് ജാസ്മിൻ. എന്തായാലും ഈ ലവ് ട്രാക്ക് ഇതുവരെ പോകുമെന്ന് എനിക്കൊന്ന് കാണണം. ഇതിൽ ഒരെണ്ണത്തെ ഒരു വൈൽഡ് കാർഡ് വന്നിട്ടൊന്ന് പൊട്ടിച്ചിരുന്നെങ്കിൽ എന്തായാലും അതിനകത്ത് നിൽക്കുന്ന ആരും പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. ഇനി പുറത്തുനിന്നൊരാൾ വരുമ്പം ആണല്ലോ ആ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലാവുന്നത്. പുറത്ത് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ടെന്ന് അറിയുമ്പോൾ ചിലപ്പം ഗബ്രി പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ജാസ്മിൻ്റെ ഭയങ്കര വൃത്തിയുടെ ആക്ടിങ്ങാണ്. നമുക്കിത് ഇന്നലെ കരയുന്നൊരു സാധനമൊക്കെ ഉണ്ട്, അതൊക്കെ കാണുമ്പോൾ ഇത് ചിരിക്കുവാണെങ്കിൽ നമ്മുടെ മൈൻഡ് എന്ത് ക്രൂക്കഡ് മൈൻഡാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരാൾ കരയുന്ന കണ്ടിട്ട് ചിരി വരുക എന്ന് പറയുമ്പം അത്രയ്ക്ക് വൃത്തിയുടെ അവനായതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ്. അത് കാണുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് മനസ്സിലാകുമെന്ന് എനിക്ക് മനസ്സിലാകുന്നതാണ് ഞാനത് പറയുന്നത്. അപ്പം ലവ് ട്രാക്ക് നമുക്കിനി വേറെ എന്തെങ്കിലും ട്രാക്കോട്ടൊക്കെ വരാം.